ഡിസംബറിൽ ചുവപ്പിൽ എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അറിയാമല്ലേ അത് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്നാണ് ആ ദിവസം കേട്ടോ. സ്കൂളിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ മക്കളെല്ലാവരും രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവരെ കൊണ്ടാക്കിയതിന് ശേഷം വേറെ ചില ഇടത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലായിടത്തും പോയിട്ട് വന്നതിന് ശേഷം ഒന്ന് വീട്ടിൽ വന്ന് റെഡി ആയതിനു ശേഷമാണ് ഞാൻ നേരെ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു മീഷോ ഗേളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 98% സത്യമായിരിക്കും കേട്ടോ. കാരണം ഞാനിപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഊരിയെടുത്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, അതും പിന്നെ ആ ഫുഡ് റെസ്റ്റ്, പിന്നെ എന്തോ പറയുക, ഞാൻ ഇട്ടേക്കുന്ന ആ ഡ്രസ്സ്, ഇതെല്ലാം എനിക്ക് മീഷോന്ന് തന്നെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് കൈ കിട്ടിയ സമയത്ത് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഡൗട്ടായിരുന്നേ. കളർ എങ്ങനെയായിരിക്കും, ക്വാളിറ്റി കാണുമോ ഡ്രസ്സിന് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ടായിരുന്നേ. പക്ഷേ സത്യം പറഞ്ഞാലുണ്ടല്ലേ, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേ. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് വന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് ഒരു ക്ഷണം ഉണ്ടായിരുന്നു നമ്മുടെ ഈ സെലിബ്രേഷന് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രഥമ അധ്യാപകനാണ്. സാറ് എന്നെയും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഈ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ ഫുഡ് ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് സൊറ പറഞ്ഞിരിക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ കടന്ന മോള് വന്ന് അടുത്ത് വന്ന് നിന്നിട്ട് അതെങ്ങനെയുണ്ട് ഇതിങ്ങനെയുണ്ട് ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മോൻ്റെ ക്ലാസ്സിലാണ് ഈ മോളും പഠിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും സംസാരിക്കാറുള്ളത് കൊണ്ട് മക്കൾ എൻ്റെ അടുത്തും വന്ന് അതുപോലെ തന്നെ സംസാരിക്കാറുണ്ട് കേട്ടോ. എല്ലാവരെയും കൈയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ, ഷെക്കാൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാനായിട്ട് മൂത്ത ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാൻസും പാട്ടും കൂത്തും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മക്കളെ കൂടെ ഞാനും നല്ലതുപോലെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സെലിബ്രേഷന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത്. നല്ല ചുവപ്പും വെള്ളയും ഒക്കെ ഡ്രസ്സ് ധരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുള്ള ഫോട്ടോയാണ്. പിന്നെ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതും കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ.